ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസ് കണ്ടുപോകുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊക്കെ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളും അത് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആവണുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം അല്ലേ. ഹലോ ഗായ്സ്, വൈകുന്നേരത്ത് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. രാവിലെ ഞങ്ങൾ ചോറ് വെച്ചു, ഒരു സാമ്പാറും മാത്രം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെന്താ കിച്ചുമോള് വീട്ടിൽ പോയിരുന്നു. അവളെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പോയേ. ഞാനിവിടുന്ന് അവിടെ എത്തിയപ്പോഴത്തേക്കും ഓൾ എന്ത് ചെയ്തിട്ടുണ്ട്, അമ്മ ഓളെ ഓട്ടോറിക്ഷ കയറ്റി വിട്ടിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ആരുമില്ല, അവിടെ അമ്മ മാത്രം. കിച്ചുമോൾ അങ്ങോട്ട് പോകുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കിച്ചുമോൾ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. എന്തൊക്കെ സാധനങ്ങളാണ് കവറ് കാണിച്ചു തരാം ഗൈസ്. ഒരു കവർ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തേക്കൂ, എന്താന്ന് കാണട്ടെ. ചിപ്സ്, പിന്നെ എന്താ ഇതൊക്കെ എവിടുന്നാ? മിക്സർ നിങ്ങൾ അതിന് വാങ്ങിയതാ? അകണ്ട ഉണ്ണിയുടെ കൊണ്ടുവന്നതല്ലേ? അമ്മമ്മേൻ്റെ അനിയൻ്റെ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. അങ്ങോട്ട് അമ്മേൻ്റെ അടുത്തേക്ക് വന്നിരുന്നു, അപ്പോൾ ഓൻ കൊണ്ടുവന്നതാണ് ഇതൊക്കെ. പിന്നെ നമ്മളെ സ്ഥിരം താരമായ തേങ്ങ. പിന്നെ അടുത്ത് വേറെന്താ? വാവ്, സൂപ്പർ പടുകൂട്ടാൻ ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ. കപ്പളങ്ങ, ചേമ്പിൻ്റെ വിത്തൊക്കെ നന്നാക്കിയിട്ടുണ്ടല്ലേ? വാ, എനിക്ക് നന്നാക്കണ്ട. എന്താ ചേമ്പുന്നുണ്ടോ? ദൈവമേ, തോരൻ വയ്ക്കാം. നാളെ ഞാൻ ഇപ്പം എന്താ സ്കൂളിലേക്ക് കൊടുത്താക്കി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നാളെ ഇത് ചേമ്പിൻ്റെ തണ്ട്. കഴിഞ്ഞോ? വേറെന്താ? പിന്നെന്താ? പഴം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെതെന്താ? ചിക്കൻ. വേറെന്താ? ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ് കിച്ചമോള്. പിന്നെന്താ? ഗീ റൈസൊക്കെ ഫ്രിഡ്ജിലാണ്, ചൂടാക്കണം അല്ലേ? അപ്പം ഇന്ന് നൈറ്റ് ഇതൊക്കെ ഉണ്ട് കേട്ടോ, അത് മതി. സ്വീറ്റ്. അപ്പോൾ കൂട്ടുകാരിത് കിച്ചുമോള് വീട്ടിൽ നിന്ന് ഞായറാഴ്ച വൈകുന്നേരം വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് പടുകൂട്ടാനും കൂടിയാണ്. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോണത് തിങ്കളാഴ്ച രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ പതിവ് പോലെ തന്നെ ആദ്യം തന്നെ ചോറിനൊക്കെ ഉള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം അമ്മ കൊടുത്തയച്ചിട്ടുണ്ടല്ലോ ചേമ്പിൻ്റെ തണ്ട്. ഇത് എൻ്റെ കയ്യിലൊരു പാത്രം വലുതില്ല, അടപ്പുള്ള പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ കവറിൽ തന്നെ അമ്മ കൊണ്ടുവന്ന് തന്ന അതേപോലെ തന്നെ വെച്ചത് കേട്ടോ. സാധാരണ അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് കവറോടെ ഒരു സാധനങ്ങളും വെക്കലില്ല. പക്ഷെ ഇത് അത്രയും കൊള്ളാനുള്ളൊരു പാത്രം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത് തോരൻ വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതെങ്ങനെ തോരൻ വെക്കുക എന്നുള്ളതൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ കഴുകി അരിഞ്ഞിട്ടാണ് കൊടുത്തയച്ചത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കുറച്ച് നേരം വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ തലേദിവസം ഇഡ്ഡലിക്ക് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എന്തായാലും പുറത്തേക്ക് പോയിട്ടില്ല എന്ന് കേട്ടോ. അപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ചേമ്പുന്നണ്ട് ഞാൻ പിന്നെ വേറൊരു പാത്രത്തിലേക്കാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അതെനിക്കൊരു ബോക്സിൽ ഇടാൻ മാത്രമേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ഞാൻ തേങ്ങ ചിരകണത് നമ്മുടെ ചേമ്പുന്നണ്ട് തോരൻ വെക്കാനും പിന്നെ ഇന്ന് ഇഡ്ഡലിക്ക് ഉണ്ടാക്കുന്നത് ചട്നിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഉണ്ടാക്കാനുള്ള തേങ്ങയൊക്കെ ചിരകി വയ്ക്കുകയാണ്. ഫ്രിഡ്ജിലുള്ള തേങ്ങയൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ, ചിരകി വെച്ചതൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ അതിനിടയിൽ ഞാൻ വെള്ളമൊക്കെ തിളച്ചപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അരിയൊക്കെ തിളച്ചു, അപ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. പിന്നെ ആ അടുപ്പൊന്ന് ഒഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ നമ്മളെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചൂടാവാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മൾ എന്താ പറയുക ചട്നിക്ക് വേണ്ട തേങ്ങയൊക്കെ അരച്ച് വെച്ചു. അപ്പോൾ അതാ ഇഡ്ഡലി പാത്രമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ തട്ടൊക്കെ ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇനി മാവൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അങ്ങനെ നമ്മൾ ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട്, അതവിടെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ട് നമ്മൾ ചെമ്പിൻ്റെ തണ്ട് നാടി തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് നല്ലോണം പിഴിഞ്ഞ് ഇങ്ങനെ അതിൻ്റെ വെള്ളം കളയാൻ കേട്ടോ. ഇങ്ങനെ കളയണം, അല്ലെങ്കിൽ തോരൻ വെക്കുമ്പോൾ ചൊറിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ അതാണ് ഇങ്ങനെ കളയണത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കളർ കാണുന്നതിൻ്റെ അഴുക്കോ ചളി എന്തെങ്കിലുമാണോ? അതൊന്നുമല്ല, ഈ തണ്ടിലുള്ള പച്ചപ്പും പിന്നെ നമ്മൾ ഉപ്പിട്ടിട്ടുള്ള ഒരു കളറും കൂടിയാണ് കേട്ടോ. ഓൾറെഡി നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ചേമ്പുന്നണ്ട്. അപ്പോൾ നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ ആ നീരൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതുണ്ടാക്കിയ ചൊറിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് തോരത്തിലേക്കുള്ള തേങ്ങയൊക്കെയാണിത്. തേങ്ങയും ചെറിയുള്ളിയും കാന്താരിമുളകും 2-3 പച്ചമുളകും കൊണ്ടിട്ട് അതിൽ എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു വരുമൊന്നും വേണ്ട, ചതച്ചെടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യണത്. നമ്മൾ തോരത്തിനൊക്കെ അതായത് ചക്കയിലൊക്കെ ഇടാൻ അറിയില്ല എങ്ങനെയാണ് ചതച്ചെടുക്കുക, അത്രയും മതി, ഒരുപാട് അരഞ്ഞു പോകണ്ട. അതിനിടയിൽ പുറത്തേക്കൊന്നും ഇങ്ങനെ വന്നു കേട്ടോ. പിന്നെ അധികം നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല, തിരിച്ചകത്തേക്ക് തന്നെ പോന്നു. നമ്മൾ ഈ അടുപ്പിൻ്റെ അവിടെയുള്ള ജനലേ നല്ല കാറ്റാണ്. അപ്പോൾ ഞാനതൊന്ന് അടച്ചിട്ടിട്ട് രാവിലെ ഒന്ന് തുറന്നിടും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അടച്ചിടും, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ തീ ഇങ്ങനെ പാളി പോണതാണ്. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ 2 തട്ട് ഇഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തണുക്കാൻ വേണ്ടി ഇറക്കി വെച്ചു. പിന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ വൈകുന്നേരത്ത് കുറച്ച് സാമ്പാർ ഉണ്ടാക്കി അതിൻ്റെ കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വീട്ടിൽ നിന്ന് അവിടെ നിന്ന് വന്നപ്പോൾ കഴിഞ്ഞ ദിവസം റൈസും ചോറൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, അതൊന്നും പിന്നെ ആ സാമ്പാറൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാൽ രാവിലത്തെ ഇഡ്ഡലിക്ക് സാമ്പാർ കൊടുക്കുക. തത്തയ്ക്ക് ഇഷ്ടം ചട്നിയാണ്, എനിക്കൊക്കെ സാമ്പാറാണ് ഇഷ്ടം. അപ്പോൾ 2 എടുക്കും ചെയ്യാമല്ലോ. അങ്ങനെ അപ്പോൾ നന്നായിട്ട് അതൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇഡ്ഡലിയാണെങ്കിൽ നല്ല പൂ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇഡ്ഡലി ചിലപ്പോൾ മക്കൾക്ക് ഇനിയും വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. അവർ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തട്ടും കൂടി ലാസ്റ്റ് അതെല്ലാം കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാമ്പാർ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം പാത്രത്തിലേക്ക് വേറെ ഒഴിച്ച് വെച്ചു. ഇനി നമ്മൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമ്മുടെ ഈ ചേമ്പിൻ്റെ തണ്ട് നമ്മൾ നല്ലോണം പിഴിഞ്ഞ് വെച്ചല്ലോ, ആ ഒരു തണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് എന്താ പറയുക, ഉപ്പ് നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ട് നല്ലോണം പിഴിഞ്ഞെടുത്തുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ഉപ്പ് അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഇട്ടാൽ മതി കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ടിട്ടാണ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നത് കേട്ടോ. ഒരുപാട് സമയം അങ്ങനെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. പിന്നെ ഒന്ന് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക, ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ആ തുറന്ന് വെച്ചിട്ടുള്ള അതൊന്നും കാണിക്കാൻ മറന്നു. നമ്മളെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തേക്കൊക്കെ എടുത്ത് വെച്ചതാണ്, ഒന്ന് ആവിയൊക്കെ പോകട്ടെ മക്കളെ പാത്രത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തുറന്ന് വെച്ചതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ചെമ്മീൻ്റെ തണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. പക്ഷേ ആദ്യത്തെ ആ ഒരു ചെയ്യണ കാര്യമുണ്ടല്ലോ, അതൊന്ന് അതുപോലെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ചൊറിയും.
അപ്പോൾ ഇതാ വീണ്ടും രണ്ടാമത്തെ ഇഡലിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചു. ഇനിയിപ്പോൾ മക്കളുടെ പാത്രത്തിലേക്ക് ചോറൊക്കെ ആക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ഒരു ചേമ്പിൻ്റെ തണ്ട് തോരൻ മാത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാലൊന്നും ഇവർക്ക് വേണ്ടി വരില്ല. അതായത് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് മതി, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു തോരൻ മതി ഇന്ന്. പിന്നെ ഇതിൻ്റെ സൈഡായിട്ട് ഞാനൊരു ഉപ്പിലിട്ട നെല്ലിക്കയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാമ്പാർ പിന്നെ കൊണ്ടുപോകണമൊന്നുമില്ല. അത് ആ ഇഡലിക്ക് ഞാനങ്ങനെ ചൂടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയണത്. പിന്നെ മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ അന്ന് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ അമ്മ ഞങ്ങൾക്ക് ചിലവ് വേണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടിയാ ഇനിയിപ്പോൾ അതിൽ സ്ഥിരമായിട്ടൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവളിനോട് പറയാം, എന്തായാലും ഞങ്ങൾക്ക് ഫുഡ് വാങ്ങിത്തരണം കേട്ടോ. അപ്പോൾ ഇവർക്ക് മന്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മന്തി കഴിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വാങ്ങിക്കൊണ്ടുവന്ന് തരാം, വേണ്ട പുറത്ത് പോയി കഴിക്കണം പറഞ്ഞു. അങ്ങനെ അവരെയും കൊണ്ട് മന്തി കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇതാണ് മൂത്താൾ കേട്ടോ. അപ്പോൾ അപൂർവമായിട്ടേ ഉള്ളൂ ഇവളെ എനിക്ക് ക്യാമറയിലൊന്ന് കിട്ടുക. അപ്പോൾ മന്തിയും പെരി പെരി ചിക്കനും ഒക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇതൊക്കെ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ വീണ്ടും ഞാൻ പറയാൻ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കൂടെ കൂട്ടണം കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സി യു, താങ്ക്സ് ഫോർ വാച്ചിങ്.